ഹായ് ഓൾ. സോ ഇന്ന് മുതൽ നമ്മൾ +2 ഫിസിക്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? സ്റ്റാറ്റിക് മീൻസ് വാട്ട്? അറ്റ് റെസ്റ്റ്. ഓക്കെ, സോ റെസ്റ്റിലുള്ളൊരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ്. എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്? റെസ്റ്റിലുള്ള ഇലക്ട്രിക് ചാർജസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റും അടുത്ത് കൊണ്ടുവരാണെങ്കിൽ എന്ത് സംഭവിക്കും? അവ തമ്മിൽ അട്രാക്ട് ചെയ്യും. അതായത് ഓപ്പോസിറ്റ് ചാർജസ് തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതായത് അവിടെ എന്തുണ്ട്? ഒരു ഫോഴ്സ് കൂടിയുണ്ട്. അതായത് അട്രാക്റ്റീവ് ഫോഴ്സ്. അവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇനി സെയിം ചാർജ് പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് തമ്മിലാണെങ്കിലോ എന്ത് സംഭവിക്കും? റിപ്പൽ ചെയ്യും. അഥവാ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ അവ തമ്മിലും റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. അതായത് സെയിം ആയിട്ടുള്ള ചാർജ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവ തമ്മിൽ റിപ്പൽ ചെയ്യും. ഇനി ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ്? അപ്പോൾ ചാർജ് തമ്മിൽ ഇങ്ങനെയൊക്കെ അട്രാക്ഷൻ റിപ്പൾഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കിവിടെ ആവശ്യം ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇലക്ട്രിക് ചാർജ്, അതിനൊരു ഡെഫിനേഷൻ പറഞ്ഞു തരാമോ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല, നമ്മൾ പഠിച്ചിട്ടില്ല എന്താണ് ചാർജ്, അതിനൊരു ഡെഫിനേഷൻ വേണം. അപ്പോൾ നമ്മൾ പൊതുവെ ഒരു ഒബ്ജക്റ്റിന് ഉള്ള പ്രോപ്പർട്ടിയാണ് മാസ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 9th നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. മാസ് എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു മാറ്ററിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി ആണെന്നൊക്കെ. അപ്പോൾ അതുപോലെ ഏതൊരു ഒബ്ജക്റ്റിനും ഉള്ളതാണ് എന്ത്? ഈ ഒരു ചാർജ്. ഇതിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു മാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് പറയാൻ പറ്റും. സോ ഒരു മാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ചാർജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്. ഇനി എങ്ങനെയുള്ള പ്രോപ്പർട്ടി ആയിരിക്കും? ഈ ചാർജ് എന്ന് പറയുന്ന ആളെ നമ്മൾ കാണുന്നുണ്ടോ? ഒരു മാറ്ററിന് പുറത്തേക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും കാണാൻ കഴിയുന്നതല്ല. അതിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ ഒരു ചാർജ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിന് എന്ത് പറയാൻ കഴിയും? ഇൻട്രിൻസിക് പ്രോപ്പർട്ടി. ഓക്കെ, സോ ഒരു മാറ്ററിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആണ് എന്ത്? ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. മാത്രമല്ല എന്ത് പറയുന്നുണ്ട്? ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ പറ്റി പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏതൊരു ചാർജിന് പുറത്തും എന്തുണ്ടാവും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതായത് ഒരു ഫോഴ്സ് ഒരു ചാർജിൽ നിന്നും ഉണ്ടാവും. ഓക്കെ, അതുവഴിയാണ് നമ്മൾ അട്രാക്ഷൻ റിപ്പൾഷൻ ഇതൊക്കെ ഉണ്ടാവുന്നത്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് ചാർജ് ഇസ് എൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ദാറ്റ് ഗിവ്സ് റൈസ് ടു ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് യൂണിറ്റ്. അപ്പോൾ ഇലക്ട്രിക് ചാർജ് ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളം, അതായത് C, ക്യാപിറ്റൽ C കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ യൂണിറ്റായി. ഇനി ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഡയമെൻഷൻ എന്തായിരിക്കും? AT. ഇപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ സിമ്പിൾ നമ്മൾ Q ആണ് കൊടുക്കുന്നത്. ഇവിടെ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂളംബാണ്, കൂളം C. ഡയമെൻഷൻ എങ്ങനെ വന്നു? നമുക്കറിയാം കറൻറ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്, I = Q/T. ഓക്കെ, ഇനി Q = നമ്മൾ IT എടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഡയമെൻഷൻ കണ്ടെത്തിക്കൂടെ? ക്യൂവിൻ്റെത് I എന്ന് പറയുന്നത് എന്താണ്? A ആണ്, ആംബിയർ. ഇനി T, ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ T. സോ AT. ഇതുവഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡയമെൻഷൻ AT എന്ന് വന്നത്. ആരും ഡൗട്ട് അടിക്കേണ്ടതില്ല ഇതെങ്ങനെ ഈ AT വന്നു എന്നുള്ളത്. സോ ഈ ഒരു ഇക്വേഷൻ വഴിയാണ് നമ്മൾ ഡയമെൻഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, എല്ലാവർക്കും +1 ഡയമെൻഷൻ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിനെ പറ്റിയുള്ളൊരു ക്ലാസ് വേറെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ് എന്ന് കഴിഞ്ഞു. അതിനുശേഷം എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ്? ഇത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പൊതുവേ നമുക്ക് ചിലർക്കെങ്കിലും അത് ഫെമിലിയർ ആയിരിക്കാം, എന്നാലും ചിലർക്ക് ഇത് മറന്നു പോയിട്ടുണ്ടാവാം. ഓക്കെ, സോ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് those substance which allows passage of electricity through them. അപ്പോൾ അതായത് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു ഒബ്ജക്റ്റ്, ആ ഒരു ഒബ്ജക്റ്റിലൂടെ എന്ത് പാസ് ചെയ്യിപ്പിക്കാൻ കഴിയും? നമുക്ക് ഇലക്ട്രിസിറ്റി, അതായത് കറണ്ട് പാസ് ചെയ്യിപ്പിക്കാൻ കഴിയും. എക്സാമ്പിൾ മെറ്റൽസ്, ഹ്യൂമൻ അല്ലെങ്കിൽ ആനിമൽ ബോഡീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ ഇലക്ട്രിക് ആയിട്ടുള്ള ഏതൊരു ആവശ്യത്തിനും എടുക്കുക ഏതായിരിക്കും? മെറ്റൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇനി എന്താണ് ഇൻസുലേറ്റേഴ്സ്? ദ സബ്സ്റ്റൻസ് വിച്ച് ഓഫേഴ്സ് ഹൈ റെസിസ്റ്റൻസ് ടു ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടാൻ കഴിയാത്ത വസ്തുക്കൾ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഗ്ലാസ്, പ്ലാസ്റ്റിക് ആൻഡ് വുഡ്, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ചാർജ് ചെയ്യിപ്പിക്കാൻ, അതായത് ഓരോ വസ്തുക്കളും ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി 3 മെത്തേഡ്സ് ഉണ്ട്. ആ 3 മെത്തേഡ്സ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ചാർജിങ് ബൈ ഫ്രിക്ഷൻ, രണ്ടാമത്തേത് ചാർജിങ് ബൈ കണ്ടക്ഷൻ, മൂന്നാമത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ.
സോ എന്താണ് ഈ ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ഇൻഡക്ഷൻ ഇതൊക്കെ? അതായത് നമ്മൾ പൊതുവേ ഒരു ഗ്ലാസ് റോഡ് എടുക്കുകയാണ്, അതിൻ്റെ മുകളിൽ ഒരു സിൽക്ക് ക്ലോത്ത് റബ്ബ് ചെയ്യാണ്, ഒരസാണ്. ഓക്കെ, അതുവഴി അവിടെ എന്ത് നടക്കും? ചാർജ് ട്രാൻസ്ഫർ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തായാലും ചാർജ് ട്രാൻസ്ഫർ നടക്കും, അതായത് ഇലക്ട്രോൺസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഏതിൽ നിന്നായിരിക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക? ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്കിലോട്ട് എന്ത് ട്രാൻസ്ഫർ ചെയ്യും? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും, അത് മനസ്സിലാക്കാം. സോ അങ്ങനെ നമ്മുടെ ഇലക്ട്രോൺസ് എവിടെ ഇൻക്രീസ്ഡ് ആവും? സിൽക്കിൽ ഇൻക്രീസ്ഡ് ആവും. നെക്സ്റ്റ് ഇവിടെ ഇലക്ട്രോൺസ് ഡിക്രീസ്ഡ് ആവും, അതായത് ഗ്ലാസ് റോഡിൽ ഇലക്ട്രോൺസ് കുറയും. അങ്ങനെ ഇലക്ട്രോൺസ് കുറയുമ്പോൾ ഇവിടെ ആര് കൂടുതലായി മാറും? നമ്മുടെ പോസിറ്റീവ് ചാർജ് കൂടുതലായി മാറും. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ചാർജാണ്. ഓക്കെ, സോ ഗ്ലാസ് റോഡിൽ നെഗറ്റീവ് ചാർജ് കുറഞ്ഞു, പോസിറ്റീവ് ചാർജ് കൂടി. സിൽക്കിലാണെങ്കിലോ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് കൂടുതലായി, പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്ലാസ് റോഡിൽ ആരാ കൂടിയത്? പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ഗ്ലാസ് റോഡ് എന്തായി മാറി? പോസിറ്റീവ്ലി ചാർജ്ഡായി മാറി. ഇനി സിൽക്കിൽ ഇലക്ട്രോൺസ് ആണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ്ലി ചാർജ്ഡായി മാറി. ഓക്കെ, സോ ഇത്തരത്തിൽ റബ്ബ് ചെയ്യുന്നത് വഴി നമുക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇതിൽ when a charged body is brought into contact with an uncharged conductor, അതായത് ഒരു ചാർജ്ഡ് അല്ലാത്തൊരു കണ്ടക്ടർ. ഓക്കെ, സോ ഒരു ചാർജ്ഡ് അല്ലാത്തൊരു കണ്ടക്ടർ അതിനടുത്തേക്ക് ഒരു ചാർജ്ഡ് ബോഡി കൊണ്ടുവരാണ്. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടും കൂടി കൂട്ടിമുട്ടിക്കാണ്. ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവന്നു അതിനടുത്തേക്ക് കൊണ്ടുവരാണ്. ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കും? ഇതിൽ നിന്നും ഇതിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. ഇലക്ട്രോൺസ് ആണ് എപ്പോഴും ഫ്ലോ ചെയ്യുക, പോസിറ്റീവ് ചാർജ് ഒരിക്കലും മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അത് മനസ്സിലാക്കാം. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ ഈ ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള കണ്ടക്ടറിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കോണ്ടാക്റ്റ് വഴി, അതായത് അതിനോട് അടുത്ത് വേറൊരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വെക്കുന്നത് വഴി എന്ത് സംഭവിക്കും? ചാർജിങ് സംഭവിക്കുന്നു. സോ ഇത്തരത്തിലുള്ള മെത്തേഡിനാണ് എന്ത് പറയുന്നത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. നെക്സ്റ്റ് വരുന്നത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇവിടെ മെത്തേഡ് ഓഫ് ചാർജിങ് എ ന്യൂട്രൽ ഒബ്ജക്റ്റ്, അതായത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെ ചാർജ് ചെയ്യുന്നു? വിത്തൗട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് എ ചാർജ്ഡ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ജസ്റ്റ് എന്ത് കൊണ്ടുവരാണ്? ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഇത്ര വരെ മാത്രം അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാണ്. ഓക്കെ, അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ചാർജ്, ഇതിനെ നമ്മൾ ചാർജ്ഡാക്കി മാറ്റാണ്. ഓക്കെ, അതായത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവരാണ്. അപ്പോൾ ഈ ന്യൂട്രൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിലെന്തായാലും ചാർജ് ഉണ്ട്. ഓക്കെ, ചാർജുകളുണ്ട്, പക്ഷെ അത് ഈക്വൽ ആയിട്ട്, ഇപ്പോൾ ഇവിടെ 3 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ 3 നെഗറ്റീവ് ചാർജും ഉണ്ടാവും. അങ്ങനെ ഈക്വൽ ആയിട്ട് ചാർജ് ഉണ്ടാവും. സോ ഇതിനാണ് നമ്മൾ ഇങ്ങനെ ചാർജസ് ഒക്കെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള കേസിലാണ് നമ്മൾ ന്യൂട്രൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രൽ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഒക്കെ ഒരു സൈഡിലേക്കായി മാറും. അതായത് നമ്മൾ ദൂരെ നിന്ന് ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവരാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജൊക്കെ ഇതാ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിൻ്റെ സൈഡിലേക്ക് ആര് വരും? പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, നെക്സ്റ്റ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മുടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് കേസിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? എർത്തിങ് ചെയ്യാണ് ഇവിടെ. അപ്പോൾ എർത്തിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെഗറ്റീവ് ചാർജൊക്കെ ഇതിൽ നിന്ന് പോകും. അങ്ങനെ നെഗറ്റീവ് ചാർജൊക്കെ റിമൂവ് ആയി, അതിനുശേഷം ഫൈനലി നമുക്കിതിനെ പോസിറ്റീവ് ചാർജാക്കി മാറ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവ്ലി ചാർജാക്കി മാറ്റാനും കഴിയും. അതായത് നമ്മൾ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റ് കൊണ്ടുവരാണ്. ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ആര് വരും? നെഗറ്റീവ് ചാർജ് വരും. ഇനി പോസിറ്റീവ് ചാർജൊക്കെ ഇവിടെ വരുന്നു. നെക്സ്റ്റ് നമ്മൾ എർത്തിങ് ചെയ്യാണ്. എർത്തിങ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇലക്ട്രോൺസ് എന്ത് വരുന്നു? ഇവിടെ ഈ ഒരു കണ്ടക്ടറിലേക്ക് വരുന്നു. അതിനുശേഷം ഓരോ പോസിറ്റീവ് ചാർജായി ക്യാൻസൽ ചെയ്ത് പോയി അവിടെ നെഗറ്റീവ് ചാർജ് മാത്രമായി മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ 3 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ 3 നെഗറ്റീവ് ചാർജ് വന്ന് അതിനെ ക്യാൻസൽ ചെയ്ത് അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് മാത്രമായി മാറും. സോ അങ്ങനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കാനും അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കാനും നമുക്ക് ഇതുവഴി കഴിയും. നെക്സ്റ്റ്, എന്താണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി? സോ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ റബ്ബ് ചെയ്യുന്നത് വഴി ചാർജ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ചാർജ് ലഭിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? അല്ലെങ്കിൽ അത്തരത്തിൽ ചാർജ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. സോ എക്സാമ്പിളായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുന്നത്. സോ ഹൗ ഡസ് എ ബോഡി ഗെറ്റ് ചാർജ്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് എ ബോഡി ഗെറ്റ് ചാർജ്?
അതായത് ഒരു ബോഡിയിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴിയാണ് ചാർജ്ഡ് ആവുന്നത്. അല്ലാതെ നമ്മൾ ഒരു ഒബ്ജക്റ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുതിയൊരു ചാർജിനെ കൊണ്ടുവെക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പുതിയൊരു ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വേറൊരു ഒബ്ജക്റ്റിൽ നമ്മൾ ഒരു ചാർജിനെ നമ്മളായിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ജസ്റ്റ് ട്രാൻസ്ഫർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോളം 1-ൽ കോളം 2-ലും അത് കുറച്ച് സബ്സ്റ്റൻസ് ഒരു ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റും എന്താണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്ലാസും സിൽക്കും റബ്ബ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്ലാസ് എന്ത് ചെയ്യുന്നു, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി മാറുന്നു. അതുപോലെ തന്നെ സിൽക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി മാറുന്നു. അതുപോലെ വൂൾ, ആംബർ, ഇബണൈറ്റ്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇതുമായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വൂൾ പോസിറ്റീവ് ആവുന്നു, ഇവിടെ നെഗറ്റീവ് ആവുന്നു. അതുപോലെ ഇബണൈറ്റ് ഇത് പോസിറ്റീവ് ആവുന്നു, പോളിത്തീൻ നെഗറ്റീവ് ആവും. ഇനി ഡ്രൈ ഹെയർ കോമ്പും തമ്മിൽ റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആവുന്നു, ഇവിടെ നെഗറ്റീവ് ആവുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മീൻ ചെയ്യുന്നത്, കോളം 1 കോളം 2 ഇവർ തമ്മിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ആ കോളം 1-ലുള്ള ആൾക്കാരൊക്കെയാണ് പോസിറ്റീവ് ആവുന്ന ആൾക്കാർ. അതുപോലെ തന്നെ കോളം 2-ലുള്ള ഇപ്പോൾ ഗ്ലാസും സിൽക്കും തമ്മിലാണെങ്കിൽ സിൽക്ക് നെഗറ്റീവ് ആവുന്നു. ഇത്തരത്തിൽ നെഗറ്റീവ് ആവുന്നത് ആരാണ്, പോസിറ്റീവ് ആവുന്നത് ആരാണ്, ഇതാണ് ഈ ഒരു കോളം വെച്ച് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വോൾട്ടേജ് അതുപോലെ തന്നെ കറണ്ടൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസൊക്കെ നമുക്കറിയാം, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഇതൊക്കെ. അതുപോലെ നമ്മുടെ ചാർജ്, അതായത് ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണം. അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് ഏത്, ഇലക്ട്രോസ്കോപ്പ്, അതായത് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണ്. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെക്കുന്ന ടൈമിൽ ഈ ഒരു ചാർജ് ഇങ്ങനെ പോയി ഇവിടെ ഈ ഒരു സൈഡിലുള്ള ലീഫിലും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും, രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ ഈ ഒരു പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, രണ്ട് ലീഫിലും പോസിറ്റീവ് ചാർജാണ്, അപ്പോൾ അത് റിപ്പൽ ചെയ്യാൻ തുടങ്ങും. ഇനി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് വെക്കുന്നതെന്ന് വിചാരിക്കാം. നെഗറ്റീവ്ലി ചാർജ് ആണെങ്കിൽ അതുപോലെ നെഗറ്റീവ് ചാർജ് വരുന്നു, ഇവിടെ രണ്ട് ലീഫിലും നെഗറ്റീവ് ആവുന്നു. ഓക്കെ, അങ്ങനെ അതും റിപ്പൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ചാർജ്ഡ് ആണ്. അതായത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇനിയിപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചാലും അത് റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചാലും റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. ആകെ മനസ്സിലാവാം എന്താ, അതായത് ഇത് ചാർജ്ഡ് ആണ് എന്നുള്ളത്, അതായത് ഒരു ചാർജ് ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നെക്സ്റ്റ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, അത് ചാർജ് ഇല്ലാത്തൊരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ എന്താ, ഒന്നും സംഭവിക്കില്ല, അതായത് അട്രാക്ഷനും ഇല്ല റിപ്പൾഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ന്യൂട്രൽ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം, ചാർജ് ഇല്ലാത്തൊരു ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ നെക്സ്റ്റ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ യൂണിറ്റൊക്കെ ഓർത്ത് വെക്കുക, കൂളംബാണ്. അതുപോലെ തന്നെ എന്താണ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. നെക്സ്റ്റ് വാട്ട് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ, കണ്ടക്ഷൻ, അതുപോലെ തന്നെ ഇൻഡക്ഷൻ. നെക്സ്റ്റ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്താണെന്നും ഏത് വഴിയാണ് നമ്മൾ ചാർജ് ആവുന്നതെന്നും പറഞ്ഞു. അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ്, ഏതൊക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും എന്നുള്ള കേസ്. അതുപോലെ എന്താണ് ഇലക്ട്രോസ്കോപ്പ്, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്താണെന്നും പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോപ്പർട്ടീസ് ആണ്, അതായത് ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 3 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് 2 പ്രോബ്ലം ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. സോ എല്ലാവരും നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.